ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് BBA ഏവിയേഷനെ കുറിച്ചാണ്. BBA ഏവിയേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനുള്ളിൽ ടെക്നിക്കലായിട്ടും നോൺ ടെക്നിക്കലായിട്ടുള്ള ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റികൾ വരുന്നുണ്ട്. അത്തരത്തിൽ നോൺ ടെക്നിക്കലായിട്ടുള്ള ജോബുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന BBA ഏവിയേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഈ BBA ഏവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്. നിങ്ങൾ +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് കോഴ്സ് പഠിച്ച ഒരാൾക്കും ഈ പറയുന്ന BBA ഏവിയേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്, അതിൽ കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് ഈ കോഴ്സ് പഠിക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്സിൽ ഇത്തിരി അക്കൗണ്ടിങ്ങും അതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ബിസിനസ് സ്റ്റഡീസൊക്കെ വരുന്നുണ്ട്. അത് BBAയിലും വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് കൊമേഴ്സ് പഠിച്ച ഒരാൾക്ക് ഈ പറയുന്ന കോഴ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി ചെയ്യാൻ എളുപ്പമായിരിക്കും. എന്നാൽ നിങ്ങളിപ്പോൾ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ഹോം സയൻസ് ആ കോഴ്സുകൾ പഠിച്ച ഒരാൾക്കും ഈ പറയുന്ന ഡിഗ്രി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ BBA ഏവിയേഷൻ പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ +2 50%, 50% മേളിൽ നിങ്ങൾക്ക് വിജയ ശതമാനം, അല്ലെങ്കിൽ 50% മേളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കണം. മിക്ക യൂണിവേഴ്സിറ്റികളും, നല്ല യൂണിവേഴ്സിറ്റികളും കോളേജും അതാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് BBA ഏവിയേഷൻ എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പമാണോ എന്നൊക്കെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചില കമൻറ്റുകളിൽ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു ടഫായിട്ടുള്ളൊരു കോഴ്സല്ല. ഒന്നാമത് ഇതൊരു ഡിഗ്രി പ്രോഗ്രാമാണ്, അതല്ലാതെ ഇതൊരു ടെക്നിക്കൽ കോഴ്സോ കാര്യങ്ങളോ അല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് നോർമൽ BBAയുടെ സബ്ജക്ട്സ് എല്ലാം തന്നെ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഇയർ അല്ലെങ്കിൽ ഒരു സെമ്മിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഏവിയേഷൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചില കോളേജ് അയാട്ടയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അയാട്ട പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റിങ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ നിന്ന് ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ BBA ഏവിയേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഏവിയേഷൻ്റെ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ, അതായത് എയർപോർട്ട്, എയർലൈൻസിലേക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കവർ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇതിനുള്ളിൽ വരുന്ന സബ്ജക്റ്റും കാര്യങ്ങളും. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ജോബുകൾ കിട്ടാൻ പോകുന്ന സെക്ടർ എന്ന് പറയുന്നത് എയർലൈൻസ്, അതുപോലെ തന്നെ എയർപോർട്ടുകളിലാണ്. ഇതിൽ തന്നെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചാൽ കൂടുതൽ ജോബുകൾ കിട്ടുന്നത്. അതായത് മാനേജർ കാര്യങ്ങൾ, ഗ്രൗണ്ട് ഓപ്പറേഷൻസ്, കസ്റ്റമർ ഹാൻഡ്ലിങ്, അത്തരത്തിലുള്ള സെക്ടറിലായിട്ടാണ് ഇത്തരത്തിലുള്ള BBA ഏവിയേഷനുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് ജോബുകൾ കിട്ടുന്നത്. ഞാൻ വീഡിയോയുടെ മുന്നേ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഏവിയേഷൻ കോഴ്സുകൾ എന്ന് പറഞ്ഞായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ കോഴ്സുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പൈലറ്റ്, അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളർ, എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർ, അത്തരത്തിലുള്ള ജോബുകൾ കഴിയണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കോഴ്സുകൾ കാര്യങ്ങൾ പഠിക്കാം. ഈ BBA ഏവിയേഷൻ എന്ന് പറയുന്നത് നോൺ ടെക്നിക്കലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നോൺ ടെക്നിക്കൽ എന്ന് പറയുന്നത് ഇതിൻ്റെ മാനേജർ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡേ ടു ഡേ എയർപോർട്ടുകളിൽ നടക്കുന്ന ഈ ഗ്രൗണ്ട് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് നോൺ ടെക്നിക്കലായിട്ട് വരുന്നത്. ആ ഒരു കോഴ്സുകൾക്കാണ് ഈ BBA എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ജോബുകൾക്കാണ് BBA എന്ന് പറയുന്ന കോഴ്സ് പഠിക്കേണ്ടത്. ഇന്നത്തെ ഒരു രീതി നോക്കുവാണെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ജോബുകളൊക്കെ കൂടുതൽ ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പറയുന്ന നോൺ ടെക്നിക്കലായിട്ടുള്ള ഇത്തരത്തിലുള്ള ഗ്രൗണ്ട് ഓപ്പറേഷൻ ജോബുകൾക്കും മാനേജറിയൽ ജോബുകൾക്കൊക്കെയാണ്. ഈ BBA ഏവിയേഷൻ കോഴ്സ് എവിടെ പഠിക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വെളിയിലും ഇത്തരത്തിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കേരളത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ആയിട്ടുള്ള ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ അവിടുത്തെ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ഇത്തരത്തിലുള്ള BBA ഏവിയേഷൻ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെറിറ്റും ഡീമെറിറ്റും, അതായത് ഗുണങ്ങളും ദോഷങ്ങളും ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, കാരണം അതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും നിങ്ങൾക്ക് ഈ കോഴ്സ് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള കോഴ്സ് ചെയ്യാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഈ കോഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ജോബ് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം ഈ കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള മേഖലകളിലേക്ക് ജോബ് ചെയ്യാനുള്ള അടിസ്ഥാനപരമായ ഒരു ക്വാളിഫിക്കേഷൻ മാത്രമായിട്ടാണ് മാറുന്നുള്ളൂ. ഒരു ഡിഗ്രി വേണം എന്നുള്ള, അല്ലെങ്കിൽ ഒരു ഡിഗ്രി അതോടെ തന്നെ ഇൻഡസ്ട്രിയൽ നോളേജ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള ഒരു കോഴ്സ് എന്നത് മാത്രമാണ്. ഇതിൽ ജോബ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് കൂടാതെ കുറച്ച് സോഫ്റ്റ് സ്കിൽസും കൂടി ആവശ്യമാണ്. അതായത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ
ഏറ്റവും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും പെട്ടെന്ന് സക്സസ് ആവാനും ജോബുകളൊക്കെ കിട്ടാനൊക്കെ ചാൻസ്. അത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ് സ്കിൽസൊക്കെ ഇതിൽ ആവശ്യമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ആളുകളോട് നിങ്ങൾ BBA ഏവിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ഇന്ന കോഴ്സ് പഠിച്ചാണ് പക്ഷേ എനിക്ക് ജോബ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോഴ്സിനെ കുറേ ആളുകൾ കൊള്ളില്ല എന്ന് പറയുന്നവരുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ കോഴ്സ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഡെവലപ്പ് ചെയ്യും, കുറവാണെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് മാത്രം ഈ കോഴ്സ് ചെയ്യാൻ പോവുക. കാരണം ഇതെല്ലാവർക്കും പറ്റിയൊരു കോഴ്സല്ല. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ചില കോളേജുകളുടെ പരസ്യങ്ങളിൽ ചെന്ന് വീട് നിങ്ങളൊരു കാരണവശാലും നിങ്ങളുടെ ഒരു ഭാവി കളയരുത്. അത് നിങ്ങൾ നോക്കി തന്നെ നിങ്ങൾ ഇതെടുക്കണം. ഇതിനെക്കുറിച്ചൊക്കെ വരും വീഡിയോകളിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു BBA ഏവിയേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. വരും വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, അതല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് മെസ്സേജായിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.